ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എവിടെയും കേൾക്കുന്നത് മതത്തെ സംബന്ധിച്ചിട്ടാണ്. മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നപ്പോൾ എന്താണ് രാഷ്ട്രീയം, എന്താണ് മതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയുണ്ടായി നമ്മുടെ രാജ്യത്തിന്. മനുഷ്യൻ മതത്തെക്കാൾ ഉപരി മാനവികതയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി അത്തരം ഒരു കാലഘട്ടം വരുമോ? ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഉടലെടുത്തതോടെ അവർ ഓരോ മനുഷ്യന്റെയും നിത്യജീവിതത്തിലേക്ക്, സ്വകാര്യതകളിലേക്ക് മതത്തെ കടത്തിക്കൊണ്ടുവന്നു. എത്രത്തോളം എന്നാൽ ഉണക്കമീനിൽ വരെ മതം, ഇടുന്ന വസ്ത്രത്തിൽ മതം, കഴിക്കുന്ന ഭക്ഷണത്തിൽ മതം, പഠിക്കുന്ന സ്ഥാപനത്തിൽ മതം എന്നു വേണ്ട, നമ്മൾ താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റിൽ, ടൂറിസത്തിൽ, ബാങ്കിൽ എന്നു വേണ്ട, മനുഷ്യന്റെ സകലമാന ഭാഗങ്ങളിലും സ്വകാര്യതകളിൽ വരെ ഊളിയിട്ട് ഇറങ്ങാൻ തുടങ്ങി മതം. അതോടെ മനുഷ്യൻ മതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും അതുവഴി അത് ഉപേക്ഷിക്കാനും തയ്യാറായി. വികസിച്ചു വരുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിന്റെ ഇടുങ്ങിയ മതനിയമമല്ല വേണ്ടത്. മനുഷ്യനു വേണ്ടി മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഭരണഘടന മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായത് ആധുനിക കാലത്തിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആനുകാലിക പ്രസക്തിയുള്ള ഈ ഭരണഘടനയെ മാറ്റിത്തിരുത്തി. അതുക്കും മേലെ 6-ാം നൂറ്റാണ്ടിന്റെ ഒരു ഭരണ സംവിധാനവും നിയമ സംവിധാനവും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ വെറുക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഇപ്പോഴിതാ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിയതിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേക്കും BJP MLA നിലേഷ് റാണയ്ക്കുമെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയാണ് ഇന്ന് വൈറലായ ചർച്ചയ്ക്ക് കാരണമാകുന്നത്. പ്രവാചകൻ മുഹമ്മദിനെതിരെ പരസ്യമായി മോശം പരാമർശങ്ങൾ നടത്തുന്നവരെ ഇരുവരും പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതായും ബാന്ദ്രയിലെ മുഹമ്മദ് വാസി സയ്യിദ് തന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. പ്രവാചകനെതിരെ വിവാദ പരാമർശം നടത്തിയ സന്യാസി രാംഗിരി മഹാരാജിനെ പിന്തുണച്ച് ഷിൻഡെയും നിതീഷ് റാണയും രംഗത്തു വന്നിരുന്നു. വിവാദം കത്തി നിൽക്കുമ്പോൾ രാംഗിരി മഹാരാജ് പങ്കെടുത്ത വേദിയിൽ ഷിൻഡെ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു. തന്റെ ഭരണകാലത്ത് ഒരു സന്യാസിയെയും തൊട്ടുപോകരുത് എന്നാണ് ഷിൻഡെ പറഞ്ഞത്. രാംഗിരി മഹാരാജിനെ പിന്തുണച്ച് അഹമ്മദ് നഗറിൽ നടത്തിയ റാലിയിൽ മുസ്ലിങ്ങൾ സ്വവർഗരതിക്കാരാണെന്നും പള്ളികളിൽ ചെന്ന് മുസ്ലിങ്ങളെ കൊല്ലുമെന്നും നിതേഷ് റാണ ഭീഷണി മുഴക്കി. മതസ്പർദ്ധ വളർത്തുകയും പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെതിരെ കേസെടുക്കണം എന്നതാണ് ഇപ്പോൾ ആവശ്യം. മനുഷ്യൻ അവനവന്റെ കാര്യങ്ങൾ നോക്കി അവനവന്റെ കാര്യങ്ങൾ വികസിപ്പിച്ച് രാജ്യത്തിന്റെ ഭാഗമായി നിലനിൽക്കണമെന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളോട് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ് പ്രവാചക നിന്ന, എന്താണ് നബി നിന്ന, എന്താണ് മത നിന്ന എന്നത് ഒരു ഡെഫിനിഷൻ നൽകാനെങ്കിലും മതപുരോഹിതർ തയ്യാറാകണം. എനിക്കെതിരെ മതനിന്ന കേസുകളുണ്ട്, ഒന്നല്ല എമ്പാടുമുണ്ട്. അതുകൊണ്ട് സെയിം അനുഭവസ്ഥയായതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് മതനിന്ന, എന്താണ് നബി നിന്ന, അതിനൊരു ഡെഫിനിഷൻ നൽകണം നിങ്ങൾ. മതഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ പറഞ്ഞാൽ മതനിന്ദയാകുമോ? മതഗ്രന്ഥത്തിനകത്ത് ഇല്ലാത്തതുണ്ടോ? പറയാൻ പാടില്ലാത്തതുണ്ടോ? പബ്ലിക് അറിയാൻ പാടില്ലാത്ത വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടോ? അതും മതപുരോഹിതർ ഡിക്ലെയർ ചെയ്യണ്ടേ? ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ തന്നെ അവന്റെ കർമ്മങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഒരു മതത്തെ മാത്രം നിന്ദിച്ചാലേ കുഴപ്പമുള്ളോ? വേറെ ഏതു മതത്തെയും എടുത്തിട്ട് അലക്കാമോ? കുഴപ്പമൊന്നുമില്ലേ? ഇപ്പോൾ ഖുഷ്ബുവിന്റെ ഒരു പ്രസ്താവനയാണ് വീണ്ടും വൈറലാകുന്നത്. ഇനി ഹിന്ദു മതത്തെ അപമാനിച്ചാൽ നോക്കി നിൽക്കില്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ലഡ്ഡുവില് മൃഗക്കൊഴുപ്പ് എന്ന വിവാദം ആന്ധ്രാപ്രദേശിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ രൂക്ഷ പ്രതികരണവുമായി നടി ഖുഷ്ബു സുന്ദർ രംഗത്തെത്തിയിരിക്കുന്നു. മറ്റൊരു മതത്തിലും ഈ അനാദരവ് നടക്കില്ലെന്നും ഇനി ഹിന്ദു മതത്തെ അപമാനിച്ചാൽ നോക്കി നിൽക്കില്ലെന്നും തിരുപ്പതി ലഡ്ഡുവിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ചെയ്തു അവർ. ഞാൻ ശ്രദ്ധിച്ചത് ഹിന്ദുമതം ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോഴെല്ലാം
കാണാത്ത മനോഭാവം കാണിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നതാണ്. ഒരു പ്രത്യേക മതത്തെ ദുരുപയോഗം ചെയ്യുന്നവരോട് ഞാൻ അവരോട് ചോദിക്കുന്നു, ഇസ്ലാമിനെ കുറിച്ചോ ക്രിസ്തു മതത്തെ കുറിച്ചോ ഒരു വാക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മറ്റേതെങ്കിലും മതത്തെ ദുരുപയോഗം ചെയ്യുമെന്ന ചിന്തയിൽ പോലും നിങ്ങളുടെ നട്ടെല്ല് വിറയ്ക്കുന്നു. മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നതാണെന്നും അവർ പറഞ്ഞു. നിങ്ങൾക്ക് പക്ഷപാതപരമാകാൻ കഴിയില്ല സത്യസന്ധനാകണമെങ്കിൽ. മറിച്ച് നിങ്ങളൊരു വർഗീയവാദിയാണെങ്കിൽ, നിങ്ങളുടെ മതത്തോട് മാത്രം കൂറും പ്രതിബദ്ധതയും ഉള്ളവനാണെങ്കിൽ പക്ഷപാതപരമായി മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയൂ. അവര് പറഞ്ഞു തുടരുവാണ്, ഞാൻ ജനിച്ചത് മുസ്ലിമായിട്ടാണ്, ഇസ്ലാം പിന്തുടരുന്നത് തുടരുന്നു. പക്ഷേ ഹിന്ദു കുടുംബത്തെ ഭയപ്പെടുന്ന ഒരു ഹിന്ദുവിന്റെ വിവാഹം കഴിച്ച ഞാനും ഒരു ഹിന്ദുവാണ്. എല്ലാ മതങ്ങളും എനിക്ക് ഒരുപോലെയാണ്. ഹിന്ദു മതത്തെ അപമാനിക്കുകയോ നിസ്സാരമായി കാണുകയോ ചെയ്യരുത്. ഒരു മതത്തിലുമുള്ള അനാദരവ് വെച്ച് പൊറുപ്പിക്കില്ല. മായം കലർന്ന തിരുപ്പതി ലഡ്ഡു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്നു. ഉത്തരവാദികൾ ആരായാലും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. വെങ്കടേശ്വര ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് എന്നാണ് ഖുഷ്ബു സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. നമുക്കറിയാം, ഇസ്ലാം മത വികാരം എന്നാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെടും. ഇപ്പോ നിർമ്മല കോളേജിലെ നമസ്കാര വിവാദം അടക്കമെടുക്കുമ്പോൾ നമുക്കറിയാം, ആ കുട്ടികൾക്ക് ആര് പറഞ്ഞു കൊടുത്തതാണ് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാൽ നാളെ ഞങ്ങളത് വഖഫിനായിട്ട് എടുത്തോളാം, ആദ്യം ഞങ്ങൾക്കൊരു ക്ലാസ് മുറിയുടെ ഭാഗം തരൂ, പിന്നീട് ഒരു ക്ലാസ് മുറി എടുത്തോളാം, പിന്നീട് ഒരു ക്ലാസ് എടുത്തോളാം, പിന്നീട് ഒരു കോളേജ് മുഴുവനും ഞങ്ങൾക്കാക്കിക്കൊള്ളാം. അതാണല്ലോ ഇവർക്ക് കിട്ടുന്ന ട്യൂഷൻ. എന്ത് ചെയ്യും ഈ രൂപത്തിലായാൽ? അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. ബാബരിയിലും സുജൂദ് ചെയ്യും, ഗ്യാൻവാപ്പിയിലും സുജൂദ് ചെയ്യും. ഇതാര് ആർക്ക് പറഞ്ഞു കൊടുത്തതാ? 9 വയസ്സുകാരനായ ഒരു കുട്ടിക്കാലനെ ഇരുത്തി 10-35 മുതുകാലന്മാർ എഴുതി പഠിപ്പിച്ചതല്ലേ നമ്മുടെ നാട്ടിന്റെ ഈ മതവികാരം, മതവിരോധം, അന്യമത വിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, മതേതര രാഹിത്യം. ഇവരുടെ മതത്തിന് മാത്രമേ എന്തു ആകാം അല്ലെ? ഇത് തന്നെയല്ലേ നൂപുർ ശർമ്മയുടെ വിഷയത്തിലും സംഭവിച്ചത്? എത്ര പേര് പ്രതികരിച്ചു കണ്ടു ആ വിഷയത്തിൽ? അവനവന്റെ മതം ചക്കരയാണ്, മറ്റുള്ളവരുടെ മതമൊക്കെ കൊക്കരയാണല്ലേ. തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഗ്യാൻവാപ്പി വിഷയത്തിലെ ചർച്ച നടക്കുമ്പോൾ നൂപുർ ശർമ്മയുടെ ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് സംസാരിച്ചപ്പോ നൂപുർ ശർമ്മ തിരിച്ചും പ്രതികരിച്ചു പോയി. അവരുടെ ഒരു പോസ്റ്റിനെ പിന്തുണച്ചതിന്റെ പേരിൽ കനയ്യലാൽ എന്ന് പറയുന്ന തയ്യൽ കടക്കാരനെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കി വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി. പിന്നീട് ആ കത്തി കാണിച്ച് നരേന്ദ്രമോദിയാണ് അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞ യുവാക്കളെ നമ്മൾ കണ്ടവരല്ലേ. കാഞ്ഞങ്ങാട് അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എത്ര പേര് പ്രതികരിച്ചു കണ്ടു? എന്തേ ഒരു മതവികാരത്തിന്റെ മാത്രമേ നിങ്ങൾ കൂടെ നിൽക്കത്തുള്ളൂ വ്രണപ്പെട്ടാലേ? മറ്റുള്ളവർക്കൊന്നും വികാരങ്ങൾ ഇല്ലേ? അതോ ഞാൻ വികാരജീവിയാണ് ശോഭേ എന്ന് പറഞ്ഞു നടക്കേണ്ടി വരുമോ? നന്ദി.